തിരുവനന്തപുരം വർക്കലയിൽ കമ്പിവടി കൊണ്ട് നിരവധി പേരെ ആക്രമിച്ച 35-കാരനായ മണ്ണന്തല സ്വദേശി അലനെ പോലീസ് പിടികൂടി. യാതൊരു പ്രകോപനവുമില്ലാതെയാണ് അലൻ അതിക്രമം നടത്തിയത്. 90 വയസ്സുകാരനും അലന്റെ ആക്രമണത്തിൽ പരിക്കേറ്റു ചികിത്സയിലാണ്. തിങ്കളാഴ്ച രാവിലെ വർക്കല തിരുവമ്പാടി ബീച്ചിന് സമീപം കാറിലെത്തിയ അലൻ ആദ്യം ആക്രമണം നടത്തിയത് സജു എന്നയാളുടെ റെസ്റ്റോറന്റിലാണ്. ജീവനക്കാരെ അടിച്ച ശേഷം റെസ്റ്റോറന്റ് അടിച്ചു തകർത്തു. സമീപത്ത് പാർക്ക് ചെയ്തിരുന്ന കാറിന്റെ ചില്ലുകളും അടിച്ചു പൊട്ടിച്ചു. അതിക്രമമെല്ലാം കമ്പിവടി കൊണ്ടായിരുന്നു. ഓട്ടോമാറ്റിക് കാർ കൊണ്ട് നിർത്തി. ഒരു തടിയനാണ്, കറുത്തൊരു കുണ്ട് സാധനം, കയ്യിലൊരു ആയുധം ഉണ്ടായിരുന്നു. കടയുടെ അകത്ത് കയറി വന്നിട്ട് എന്തരടാ ഇത് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്ന, ക്ലോസ് ചെയ്യടാ എന്ന് പറഞ്ഞിട്ട് പച്ച ചീത്തയൊക്കെ വിളിച്ചിട്ട് സ്റ്റാഫിനെ 2 അടി അടിച്ചപ്പോൾ സ്റ്റാഫ് എന്നെ ഫോണിൽ വിളിച്ചപ്പോഴത്തേക്ക് സ്റ്റാഫ് ഇറങ്ങി ഓടി. ഇവൻ അവിടെ ഇരുന്ന ക്ലാസ്സിൽ കയ്യിൽ നിന്ന് പൈപ്പ് കൊണ്ട് ക്ലാസ് അടിച്ചു പൊട്ടിച്ചു. എൻ്റെ കസേരകൾ മൊത്തം പറക്കി റോട്ടിലിറങ്ങി. വെളിയിൽ ഒതുക്കിയിട്ടിരുന്ന ഒരു കാറുണ്ട്, ഒരു ബ്ലൂ കാർ, അതിൻ്റെ ഗ്ലാസ്സും അടിച്ചു പൊട്ടിച്ചു. വർക്കല പോലീസ് സ്റ്റേഷന് സമീപത്തെത്തിയ അലൻ കരിക്ക് വിറ്റുകൊണ്ടിരുന്ന രഘുനാഥപുരം സ്വദേശി ബഷീർ എന്ന 90 വയസ്സുകാരനെ ആക്രമിച്ചു. മൂക്കിന് പൊട്ടലേറ്റ ബഷീറിനെ വർക്കല താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വീണ്ടും അലൻ ആക്രമണം തുടർന്നു. 70 വയസ്സുകാരനായ രാജനെയും അലൻ ആക്രമിച്ചു. വഴിയരികിൽ നിന്ന രാജനെ കമ്പിവടി കൊണ്ട് തലയ്ക്കടിച്ചു. രാജൻ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ആക്രമണത്തിന് ശേഷം കാറിൽ കടന്നുകളഞ്ഞ അലൻ പുത്തൻചന്ത ഭാഗത്തെത്തി ഒരു യുവാവിനെയും ആക്രമിച്ചു. ഇതുകണ്ട നാട്ടുകാരാണ് അലനെ കീഴ്പ്പെടുത്തി പോലീസിനെ ഏൽപ്പിച്ചത്. ലഹരി തലയ്ക്ക് പിടിച്ചു നടത്തിയ അതിക്രമമാണോ നടന്നതെന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അറസ്റ്റ് രേഖപ്പെടുത്തിയ അലനെ കോടതി റിമാൻഡ് ചെയ്തു. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.